ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ നോമ്പ് തുടങ്ങാനായി ഇനി കുറഞ്ഞ ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ നോമ്പിനേക്കുള്ള സ്നാക്സൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി വെക്കാനും ഫ്രീസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഞാനിന്ന് കാണിക്കുന്നത്. കോഴിക്കാൽ കേട്ടോ, ചിക്കൻ ലെഗ്, ചീസി ചിക്കൻ ലെഗാണ്. അപ്പോൾ സാധാരണ നമ്മൾ സമൂസയും കൊയ്യട അതുപോലെ ഉന്നക്കായൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അതൊക്കെ ഡെയിലി നമുക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. എന്നാലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുറേ ആൾക്കാർക്കൊക്കെ അറിയണതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അലീസ കാണിച്ച സമയത്തൊക്കെ കുറേ കമൻസ് വന്നിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയണത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ. അതുപോലെ അത് ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴിക്കാൽ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മെയിൻ സാധനം കോഴിക്കാൽ തന്നെയാണ്. അപ്പോൾ അതാ ഇങ്ങനെ കോഴിക്കാൽ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വര ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 കോഴിക്കാലാണ് എടുത്തത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/2 കിലോ ആണ് കേട്ടോ, 500 ഗ്രാമാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വര ഇട്ട് കൊടുത്തത്. എന്നാൽ പെട്ടെന്ന് തന്നെ മസാല പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് ഇനി ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ഇതിപ്പോൾ ഹിമാലയൻ സോൾട്ടാണ്, അതുകൊണ്ടാണ് പിങ്ക് കളർ കാണുന്നത്. അപ്പോൾ സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള പൗഡറാണ്. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, ഭയങ്കരമായിട്ട് സ്പൈസി ആക്കണ്ട. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അത് നിങ്ങൾ അളന്നിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 മുറി എടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ഗാർലിക് പേസ്റ്റ്, നമ്മളെ വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത് വേണ്ട കേട്ടോ. അതാ ഇഞ്ചി അരച്ചത് ചേർക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ ടേസ്റ്റാണ് വരിക. ഇത് ഞാൻ ഒരു അറബിക് സ്റ്റൈലിലാണ് കാണിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി മാത്രം മതി. ഇതിന് നല്ലോണം ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയ സാധനം നമുക്ക് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തതാണ്, വെള്ളത്തിലിട്ട് വേവിക്കേണ്ട, കാരണം വെള്ളം കുടിച്ചു പോകും. ഞാനിപ്പോൾ ആവിയിൽ സ്റ്റീം ചെയ്ത് വേവിച്ചെടുത്തതാണ്. 4 ചെറിയ സൈസാണ് കേട്ടോ, 4 ചെറിയ ഉരുളക്കിഴങ്ങാണിത്. അപ്പോൾ അത് തോലോടൊക്കെ പുഴുങ്ങിയതിൻ്റെ ശേഷം അതൊന്ന് തോല് മാറ്റിയെടുത്താൽ മതി. ഇങ്ങനെ പുഴുങ്ങുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ പൊരിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മതി, എന്നാൽ എണ്ണ കുടിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ഇതിന് പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് വേവണേ നല്ലോണം. പിന്നെ ഞാനിപ്പോൾ ആ ചിക്കന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് പൊരിക്കാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. എണ്ണ കുറച്ച് മതി, ചെറിയ എണ്ണയിലാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് കോഴിക്കാൽ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തീ മതി, സിമ്മിലാക്കിയിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിൽ സമയം എടുത്തിട്ട് വേവിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വേവണം, എന്നാൽ ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്ന പോലെ ഇതിൻ്റെ പുറം ഭാഗം ഭയങ്കരമായിട്ട് ഹാർഡായി പോകാൻ പാടില്ല. ഉള്ളൊക്കെ നന്നായിട്ട് വേവണം, എന്നാലിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ പുറവും നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ തീയിൽ പൊരിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. കാരണം നമ്മളിത് വേവിച്ചെടുത്ത ചിക്കനല്ല, ഡയറക്റ്റ് പൊരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 ഭാഗവും ഇതാക്കി കാണിച്ചാൽ നല്ലോണം ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, എന്നാൽ പുറം ഭാഗം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ്റെ കാലും കോരി മാറ്റാണ്. ഈ ഒരു രീതിയിൽ പൊരിച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചതല്ലല്ലോ, പൊരിച്ചെടുക്കായതുകൊണ്ട് നല്ലോണം വേവണം. അതിനാണ് ചെറിയ തീയിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതിന് നമുക്ക് ഇതിൻ്റെ എല്ലും ഇറച്ചിയും നമുക്ക് വേറെ വേറെ ആക്കണം. ഇതിൻ്റെ മേലുള്ള മീറ്റ് മൊത്തം നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ല് മാത്രം മാറ്റി വെക്കുക. ഈ എല്ലും നമുക്ക് ആവശ്യമുള്ളതാണ്, ഇത് കളയരുത്. അപ്പോൾ ഇതിൻ്റെ ഇറച്ചി മൊത്തം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം, എന്നിട്ട് എല്ല് വേറെ ഇടാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ കാലും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ കാല് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു ചിക്കൻ്റെ ലെഗ് 7 പീസാണ് ഞാൻ എടുത്തത്. അതിപ്പോൾ ഇതാ 7 കാല് വേറെ ആക്കിയിട്ടുണ്ട്, അതിൻ്റെ ഇറച്ചിയും വേറെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇറച്ചി നമുക്ക് എന്തെങ്കിലും മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ചോപ്പറിലാണ് ക്രഷ് ചെയ്തത്. നിങ്ങൾ മിക്സിയിലിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ വല്ലാണ്ട് അങ്ങ് എന്താ പറയുക, ജ്യൂസ് പോലെ ആക്കരുത്, ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ പൊരിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് അരിഞ്ഞൊന്നും പോകില്ല. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിൽ തന്നെയാണ് വരിക. അപ്പോൾ അത് കണ്ടില്ല, ഈ ഒരു രീതിക്ക് ഇതൊന്നും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അരച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങാണ്, അതും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പാസ്ലി ലീഫാണ്. പാസ്ലി ഇല്ലെങ്കിൽ നിങ്ങൾ മല്ലിച്ചപ്പ് ഇട്ടാലും മതി, പക്ഷേ ഇതും കൂടി ഇടുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്.
ഇതുണ്ടെങ്കിൽ ഇതിടുക, അല്ലാന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒറിഗാനോ, നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ ഇല്ലേ, അതാണ്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി ഒറിഗാനോ. ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയത് ഇനിയിപ്പോൾ നല്ല ജീരകം പൊടിച്ച പൊടിയാണിത്, കുമ്മിൻ പൗഡർ 1/2 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ അതിന് വേണ്ടിയത് ഇത് ചീസി ലെഗാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ചെഡാർ ചീസാണ്, ഈ ഒരു ചീസാണ് ഞാനിപ്പോൾ ഇടൽ. ഞാനിങ്ങനത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെഡാർ ചീസാണ് വാങ്ങല്. അപ്പോൾ അതൊരു കൈപ്പിടിയൊക്കെ ഇട്ടാൽ മതി, ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ വലിഞ്ഞ് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം മൊസറല്ല ചീസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത് വേണമെങ്കിൽ അത് ഇടാം, പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ്, ചെഡാറാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പില്ലാണ്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിടുക. എന്നിട്ട് ഇതിന് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ, കാരണം കുറച്ച് ഹാർഡായിരിക്കും. ഉരുളക്കിഴങ്ങിലും വെള്ളമില്ല, അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ പൊരിച്ചതാണ്, അതിലും വെള്ളമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണം, എന്നാലാണ് ഇതൊന്ന് എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല ബോളാക്കി ഉരുട്ടാൻ പറ്റുള്ളൂ. എണ്ണയിലിട്ടാൽ എണ്ണ കുടിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ലെഗും ഒരേ വലുപ്പത്തിലാവണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഉരുട്ടി വെച്ചാൽ മതി. ഒരേ സൈസുള്ള ബോളാക്കിയിട്ട് എത്ര ചിക്കൻ്റെ ലെഗാണോ നമ്മളടുത്തുള്ളത് അതിനനുസരിച്ച് ഉരുട്ടി വെക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ഒരേ വലുപ്പത്തിലുള്ള 7 ഉരുളകളാക്കിയിട്ടാണ് ഉരുട്ടി വെച്ചത്. 7 കാലാണ് ഇപ്പോൾ നമ്മളടുത്തുള്ളത്. ആ ഒരു 7 കാലിന് 7 ഉരുളാക്കിയിട്ട് ഞാനിപ്പം ബോളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുണ്ട് കുറച്ച്, ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ അതാ 7 ഉരുള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് പറ്റി കൊടുക്കുക, എന്നിട്ട് ഓരോ ബോൾ എടുക്കുക. അത് ജസ്റ്റ് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ പരത്തണ പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കുക, ഒരു പത്തിരി പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ ചീസ് ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ, ചീസ് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നമുക്കിവിടെ ചീസ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കാല് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കാലൊന്ന് കവർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഉന്നക്കായൊക്കെ ഉരുട്ടണ പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്കിതൊരു കോഴിക്കാല് പോലെ തോന്നിയേ വേണം. ആ ഒരു ഇറച്ചിക്ക് പകരമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്തത്. എന്നിട്ട് എവിടെയെങ്കിലും വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇതിലങ്ങനെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇത് നന്നായിട്ട് ഉരുട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു ക്രാക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ഫസ്റ്റ് കോഴിക്കാലം നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി മൊത്തത്തിൽ എല്ലാ കാലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഫുള്ള് കാലും ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോഴിക്കാലുണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലിപ്പോൾ നമ്മളെ നാടൻ ടേസ്റ്റല്ല, ഒരു നല്ലൊരു അറബിക് ടേസ്റ്റാണ്. ഇതിനിപ്പോൾ ഞാൻ എടുത്ത് വെച്ചാൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിപ്പോൾ ഹോം മെയ്ഡാണ്, നിങ്ങൾ വാങ്ങിയതാണെങ്കിലും പ്രശ്നമില്ല, ഏതെങ്കിലും എടുത്ത് വെക്കുക. പിന്നെ ഒരു മുട്ടയും വേണം. അപ്പോൾ അതാ മുട്ട, മൈദ, ബ്രെഡ് ക്രംസ്, മുട്ട, ഇത് മൂന്നും തന്നെ അടുത്തടുത്തായിട്ട് തന്നെ വെക്കുക. ഇനിയിപ്പോൾ ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ വേറെ ഒന്നിലും ഉപ്പിടുന്നില്ല, മുട്ടയിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൂന്ന് നമുക്ക് ഇതിൽ മുക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനൊരളവൊന്നുമില്ല. ആദ്യം നമ്മളൊന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു മൈദയിൽ കോട്ട് ചെയ്തെടുക്കുക. ആ ഒരു മിക്സിങ് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് മൈദ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുലുക്കിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല. ഇനി ഇത് അടുത്തത് നമ്മൾ മുട്ടയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ട് മുട്ടയൊന്ന് കോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാത്രം എടുത്താൽ ഞാൻ കുറച്ച് ചെറുതായിപ്പോയി, കുറച്ച് പരന്നിട്ടുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കാം, ഇതിൻ്റെ മേലെ മുട്ട ആവാത്ത സ്ഥലം കാണുകയാണെങ്കിൽ കൈ കൊണ്ട് മുട്ട എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, എവിടെയും മൈദ ഒന്നും കാണുന്നില്ല, നന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് ബ്രെഡ് ക്രംസിലാണ് നമ്മൾ മുക്കിയെടുക്കേണ്ടത്. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് ഈ റൊട്ടിപ്പൊടി നന്നായിട്ടൊന്ന് ഇതിൽ കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആവാത്തടത്തൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. ഇതിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് കഴിയുമ്പോൾ പിടിപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ടൊന്ന് നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് കോഴിക്കാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കാലിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ആ ഒരു എല്ലാ ലെഗും ഇങ്ങനെ ചെയ്തെടുത്തതാണിത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോണത്, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോക്കിൻ്റെ ബാഗിലോ ഒക്കെ ഇട്ട് വെച്ചിട്ട് കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഇതൊരു മാസം വരെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം അന്നേരം എടുത്ത് പൊരിച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ പൊരിക്കാനും പറ്റില്ല, എന്തായാലും ഒരു അരമണിക്കൂർ ഇതൊന്ന് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നോമ്പിനൊക്കെയുള്ള സ്നാക്കായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. നിങ്ങൾക്കിത് കുറേ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാം, ആവശ്യത്തിനെടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് പൊരിക്കാൻ പാടുള്ളൂ. അരമണിക്കൂർ മതി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇത് സെറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചാൽ ചിലപ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞ് പോരും. ചില ആൾക്കാർ കംപ്ലയിൻറ്റ് പറയില്ല, നമ്മൾ ഈ ഒരു കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം എണ്ണ കുടിക്കുന്ന പൊളിഞ്ഞ് പോരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ഫ്രീസ് ചെയ്താൽ മതി, എന്നാൽ പ്രശ്നമൊന്നും വരില്ല. ഇപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഞാനിപ്പോൾ ഓരോ കോഴിക്കാലും ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ അതാ ഒരു തീ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ചെറുതാക്കി വെക്കുക, സിമ്മിലല്ല മീഡിയത്തിലാക്കി വെക്കുക കേട്ടോ. ആ ഒരു ഇതിൽ പൊരിച്ചെടുക്കുക. പിന്നെ മുങ്ങി പൊരിയാനുള്ള എണ്ണ ഒഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. നല്ല ഒരു കറക്റ്റ് ഇതിൽ കിട്ടും. ആദ്യം തന്നെ ഇളക്കാനൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയതിൻ്റെ ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുങ്ങി പൊരിയാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊന്നും ഇടേണ്ടിയില്ല, അല്ലാണ്ട് തന്നെ അത് എല്ലായിടത്തും ഒരേപോലെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അത് നമ്മളെ കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ ഉള്ളൂ. എന്നാലും നല്ലപോലെ ഒരേപോലെ ആയി വരുന്നുണ്ട്. നിങ്ങൾ കുറഞ്ഞ എണ്ണയിലാണ് പൊരിക്കണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഒരു ഭംഗി കാണുന്നില്ല നിങ്ങൾ? നല്ല ഒരു ഭംഗിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ ചിലരൊക്കെ ഉണ്ടാക്കണത് തന്നെ ആയിരിക്കും, പക്ഷേ അറിയാത്തവർക്കുണ്ടെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് ഇത് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകണമെന്നൊക്കെ പറയുന്ന കംപ്ലൈൻ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ചീസ് കണ്ടോ ഉള്ളിൽ നിന്ന് മെൽറ്റായി വരുന്നത് കണ്ടോ, അത്രയും ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെന്താ പറയുക ആ ഒരു ചീസും കൂടെ വരുന്ന സമയത്ത്. അപ്പോൾ ചീസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ചെഡാർ ചീസാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലിഞ്ഞ് കളിക്കണമെങ്കിൽ മൊസറല്ല ചീസ് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ചിക്കൻ ലെഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല റെഡിയാണ്, ഇപ്പോൾ ചൂടോട് കൂടിയാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ചും മുറിച്ചിട്ടും കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നോമ്പിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി അതല്ല, കാരണം നോമ്പിന് നമുക്ക് ഇബാദത്ത് കൂട്ടുക എന്നുള്ളതാണല്ലോ. ആദ്യം കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓതാനും നിസ്കരിക്കാനൊക്കെ കുറച്ച് കൂടുതൽ ടൈം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, നോമ്പാകുന്ന സമയത്ത് നമ്മളെല്ലാം എളുപ്പവഴി നോക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. നല്ല ചൂടോട് കൂടിയാണ് ഇട്ടത്. ഇപ്പോൾ അത് കണ്ടില്ല, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, തീരെ എണ്ണയൊന്നും കുടിക്കില്ല. ഉള്ളിലുള്ള ആ ഒരു ചീസ് കണ്ടില്ല മെൽറ്റായിട്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല. പിന്നെ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നേരം വെച്ചാലും ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോവുകയില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. ഇത് ചൂടാറിക്കഴിഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു പദം വന്നു പോകും, ഇതങ്ങനെ വരില്ല. അപ്പോൾ ഇന്ന് കാണിച്ച നമ്മൾ റമദാനിലേക്കുള്ള ഫസ്റ്റ് സ്നാക്കാണ് ഇന്ന് കാണിച്ച. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.